ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ സ്ട്രോബെറി പാർക്കിൽ പോയപ്പോൾ എടുത്ത വീഡിയോസാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് തായിഫിലെ അൽഹദ എന്ന സ്ഥലത്തിലെ സ്ട്രോബെറി തോട്ടമാണ്. അപ്പോൾ ഞാനും എൻ്റെ കസിൻസും കൂടിയായിരുന്നു ഇവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ സ്ട്രോബെറി തോട്ടത്തിലെത്തിയിട്ടോ. ഇപ്പോൾ ഞാനും റയാനും ഐഷു അയിനൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. തായ്ഫ് ആയതുകൊണ്ട് ഞങ്ങൾ ഉച്ചക്കാണ് പോയിനെ. തായ്ഫ് ആയതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ല സുഖമായിക്കാണ്ടില്ല ക്ലൈമാറ്റ്സ് ആയിരുന്നു. സ്ട്രോബെറി അങ്ങനെ പറിച്ച് ഇങ്ങനത്തെ ഒരു ബോക്സിലാക്കിയാണ് അവർ തന്നീനെ. ഞാനും റയാനും ഈ സ്ട്രോബെറിൻ്റെ ആളൊപ്പം സോൺ പേപ്പറൊക്കെ കളിച്ചു. നിങ്ങൾ കളിച്ചു കേട്ടോ. ഈ ഗെയിം നല്ല രസമായിരുന്നു. നല്ല ഫണ്ണി ഗെയിമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പോയത് ഈ വീടിൻ്റെ ഉള്ളിലേക്കാണ്. ഇതിലെല്ലാം ആകാശത്തേക്കോളും നമ്മൾ നിലത്ത് കൂടെ നടക്കുക, നമ്മളെ മുകളിലേക്കോളും എല്ലാ ചെയറും ടേബിളും ഒക്കെ ഉണ്ടാവുക. ഇങ്ങനെ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് എൻ്റെ സ്വന്തം എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്, ബേഡ്സൊക്കെ ഉള്ളത്. ഇവിടെ ഞങ്ങളിങ്ങനെ ബേഡ്സിനെ നോക്കിയിരിക്കുന്നു. ഒരു ഫിഷും ബേഡ്സും റാബിറ്റും ഒക്കെ ഉണ്ടായിരുന്നു, ഹെന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നല്ല മഴയൊക്കെ പെയ്തിരുന്നു. പിന്നെ ഞങ്ങൾ പാമ്പിനെയൊക്കെ കാണാൻ പോയിട്ടോ. അവിടെ കുറേ ഇതുണ്ടായിരുന്നു. പിന്നെ ഇമ്മച്ചി കുറേ റീൽസൊക്കെ എടുത്തിരുന്നു. പിന്നെ ഞങ്ങൾ ഈ റാബിറ്റിൻ്റെയും ഇതിനൊക്കെ തൊട്ടു. പിന്നെ ഞങ്ങൾ പാമ്പിനെയാണ് കാണാൻ പോയി. പാമ്പ്, ലിസാർഡ്, ആമ അങ്ങനത്തെയൊക്കെ കാണുന്നിരുന്നു. അവിടെ കുറേ ജന്തുക്കളൊക്കെ ഉണ്ട്. ലിസാർഡ്, പാമ്പ് കുറേ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. ഐഷാബി പിന്നെ അതിക്കൂടെ ഇങ്ങനെ ഒരു ഇതുണ്ട് നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ ഒരു ആമേനെ നോക്കിയിരുന്നു. ഒരു ആമ ഉണ്ടായിരുന്നു അവിടെ. ഇത് പിന്നെ അൽഗേറ്റർകാരുണ്ടായിരുന്നു, സ്നേക്ക് ഉണ്ടായിരുന്നു. ഹൈസിനവിടെ ഈ ഡോഗിൻ്റെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അതിന് കയറി ഇരിക്കുകയായിരുന്നു. റയാൻ പിന്നെ ഒരു റാബിറ്റിനെ കൂട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടു. അതൊക്കെ നല്ല ഫണ്ണിയായിരുന്നു. പിന്നെ അവിടെ ഒരു മഴയും പെയ്തു. അവിടെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. വലിയ മഴ പെയ്തു, ഫോറസ്റ്റ് പെയ്യുന്ന പോലെ. നല്ല ഫണ്ണിയായിരുന്നു അതൊക്കെ. അപ്പം ഞങ്ങൾ മഴയൊക്കെ കണ്ട് കുറച്ച് ആസ്വദിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ പിന്നെയും പുറത്തൊക്കെ ഇറങ്ങാണ്. അപ്പം ഇതിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി ഞങ്ങൾ സ്ട്രോബെറി തോട്ടത്തിൽ തന്നെ പിന്നെയും വന്നു. എന്നിട്ട് സ്ട്രോബെറി ഒക്കെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. നമ്മൾ വാങ്ങുമ്പോൾ ഉണ്ടാവണ പോലെ അല്ലല്ലോ അത്. കാണുമ്പോൾ എന്തോ ഒരു പോലെയാണ്, നല്ല സന്തോഷം വരികയാണ്. ഞങ്ങളതൊക്കെ കണ്ടിരുന്നു. ഇപ്പം ചെറിയ തണുപ്പായതുകൊണ്ട് സ്ട്രോബെറി ഒന്നും ഉണ്ടായിട്ടില്ല. സ്ട്രോബെറി ഒക്കെ ചെറുതാണ്. പിന്നെ അവിടെ കുറേ ഷെഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്ട്രോബെറി ജ്യൂസും ഇവിടെ സ്ട്രോബെറി ഒക്കെ കിട്ടും. പിന്നെ ഇവിടെ ഒരു പോംഗ്രാനൈറ്റ് ഉണ്ട്. ബാർക്കറാണ്, സ്കാൻ ചെയ്ത് ഇത് കൊടുക്കേണ്ടി വരും പൈസ. ഇവിടെ പിന്നെ എനിക്കും റയാനും ഇഷ്ടപ്പെട്ട കുറേ ഇതൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങൾ അതും കൊടുത്തു. പിന്നെ ഞങ്ങൾ ആദ്യം വന്ന സ്ഥലത്തേക്ക് തന്നെ വന്ന് അതിൻ്റെ ഒപ്പം കുറച്ച് നേരം സോൺ പേപ്പറൊക്കെ കളിച്ചു. ഞങ്ങളങ്ങനെ കളിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം കളിച്ചൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എവിടെ പോയാലും ഇതുണ്ടാവും. സ്ട്രോബെറിൻ്റെ എല്ലാ സംഭവം ഉണ്ടാവും. നല്ല രസമാണത് കാണാൻ. പിന്നെ ഞങ്ങളിങ്ങനെ സംസാരിച്ചൊക്കെ നടക്കുകയാണ് ഇപ്പം ഇങ്ങനെ വെറുതെ ഞാനും റയാനിങ്ങനെ. പിന്നെ അവിടെ കുറേ ഫ്ലവറൊക്കെ ഉണ്ട്. പെറ്റിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിനു. എന്താ വെച്ചാൽ ഇവിടെ ഫുൾ പെറ്റുകളാണ് എല്ലാ ഭാഗത്തും. അപ്പം നല്ല രസമായിക്കോളും. പെറ്റും ഫിഷും ഒക്കെ ഉണ്ടായി നല്ല രസമായിക്കോളും നമുക്ക് കേട്ടോ. അപ്പോൾ ഐസിനൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കളിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും നടക്കുകയാണ്. ഇനി അവിടെ ഫിഷിൻ്റെ എന്തുണ്ട് പറഞ്ഞിട്ട് അത് കാണാൻ നമ്മൾ പോകണം കേട്ടോ. അവിടെ എന്തോ നല്ല രസമുണ്ട്. അപ്പോൾ ഇതാണ് ഫിഷിൻ്റെ സ്ഥലം പറഞ്ഞത്. നല്ല രസമല്ല, കുറേ മീനുകളുണ്ട്. ഞാനും റയാനും ഇവിടെ മീനുകൾ തൊടാൻ പറ്റുമോ നോക്കിയിരിക്കുക കേട്ടോ. അവിടെ നല്ലൊരു മീനൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഹൈസിൻ പിന്നെ മീ പറഞ്ഞിങ്ങനെ കളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഐസിനിങ്ങനെ മീനൊക്കെ ഇങ്ങനെ കളിച്ചിരിക്കുകയാണ്.
പിന്നെ ഞങ്ങൾ മീനിൻ്റെ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് പുറത്തൊക്കെ ഇറങ്ങി. അവിടെ ഈ കാറുണ്ടായിരുന്നു, ആ കാറും വരുന്നു. പിന്നെ സൺഫ്ലവർ ഉണ്ടായിരുന്നു. ഇത് സണ്ണിൻ്റെ അങ്ങോട്ട് അയക്കാണ്ടെല്ലാം നിൽക്കണം കേട്ടോ. ശരിക്കും സൺഫ്ലവർ സണ്ണിൻ്റെ അങ്ങോട്ടല്ലേ വരിക, ഇതങ്ങനെയല്ലായിരുന്നു, സണ്ണിൻ്റെ ബാക്കൊക്കെ കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ കണ്ടിങ്ങനെ അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഇതൊരുണ്ടായിരുന്നു. പിന്നെ കുറേ ഡെക്കാളൊക്കെ കണ്ടു, ഡെക്കിനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഡെക്കിനൊക്കെ അങ്ങനെ നോക്കിയിരിക്കുകയാണ് പണി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നൊരു കുറച്ചൊക്കെ പോയി ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. അതിന് മുമ്പ് ഞങ്ങൾ സ്ട്രോബെറി ഒക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് നമ്മൾ സ്ട്രോബെറി നോക്കിയിരുന്നു കുറേ നേരം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ ചെടി നനയ്ക്കുന്ന സ്ഥലമുണ്ട്, അവിടെ പോയി ചെടിയൊക്കെ നനയ്ക്കുകയാണ്. അവിടെ നല്ല രസമാണ് കേട്ടോ, നമ്മൾ നാട്ടിൽ പോയാലേ ഫീലിംഗ് ആയിക്കോളും. അങ്ങനെ നല്ല രസമാണ് ചെടി ഇങ്ങനെ നനയ്ക്കുമ്പോൾ. അതിനും ആവശ്യം എല്ലാവരും നനച്ചിരുന്നു, എല്ലാവർക്കും നനയ്ക്കാൻ പറഞ്ഞ് എല്ലാവരും നനച്ചിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ചെടികളായിരുന്നു കേട്ടോ. അവിടെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. പിന്നെ മുന്തിരിത്തോട്ടത്തിലിരുന്ന് ഈ ചെടിയൊക്കെ ഉണ്ടായിരുന്നു, ആയിക്കൊണ്ട് ഞങ്ങൾ മുന്തിരി പറിച്ചു പറ്റുമോ നോക്കി വെയ്ക്കണില്ലായിരുന്നു. നല്ല രസമായിരുന്നു ഈ മുന്തിരി കാണാൻ. പിന്നെ ഞങ്ങളിങ്ങനെ ചെടിയൊക്കെ നനച്ച് നിൽക്കുകയാണ്. ഞാനും ഐഷും ചെടി നനക്ക് മത്സരിച്ചിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് ചെടി നനക്കാനായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല അടിപൊളി നല്ല ഫ്ലവേഴ്സ് ആയിരുന്നു. ഹൈസിനും ഞങ്ങളെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഐഷു ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ ഫ്ലവറൊക്കെ ഇങ്ങനെ ഇതാക്കി. ഹൈസിന് പിന്നെ അവിടെ നിന്ന് അവിടെ കുറേ കാറ് കണ്ടിട്ട് അത് വേണം പറഞ്ഞിരിക്കുന്നു, അതൊക്കെ എടുക്കാൻ നോക്കിയിരുന്നു. പിന്നെ ഐഷാബിയും എല്ലാവരും ചെടീൻ്റെ സംഭവമൊക്കെ വെച്ചു. ഐഷാബിക്ക് പോകാൻ പൂതി തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ, അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഇനി. അതിന് ശേഷം ഞാൻ മുന്തിരിയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് അവിടെ ഇരുന്നു. അവിടെ നല്ല വെയിലായിരുന്നു കേട്ടോ, പക്ഷേ തായ്ഫായതുകൊണ്ട് അങ്ങനെ വെയിലില്ല, വെയിലും തണുപ്പ് മിക്സ് ചെയ്യുന്നു കേട്ടോ. പിന്നെ അങ്ങനെ മുന്തിരി എനിക്ക് പറിച്ച് തിന്നാൻ പറ്റീനി എന്നൊക്കെ ആലോചിച്ച് ഞാൻ ഇരിക്കേനി. അപ്പം ഞാൻ ഇനി പുറത്തിറങ്ങാണ് കേട്ടോ. പക്ഷെ എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല രസമായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇതാക്കാൻ. അതിന് ആ കാറിങ്ങനെ നോക്കിക്കണം ഇങ്ങനെ എടുക്കാൻ പറ്റിയിരിക്കണെന്നൊക്കെ. ഞാൻ പുറത്തിറങ്ങി. അവിടെ സ്ട്രോബെറി കൊണ്ടുള്ള കുറേ ചെയറും ടേബിളൊക്കെ ഉണ്ടായിനി, അവിടെ കുറച്ച് ഇരുന്നു. അവിടെ നോക്കിയാൽ സ്ട്രോബെറി തോട്ടമാണ് അവിടെ കാണട്ടോ, അതാണ് സ്ട്രോബെറി ഉള്ളത്. അവിടെ ഇരിക്കുമ്പോൾ ഹോംലി ഫീലാണ് കേട്ടോ, ബാക്കിൽ സ്ട്രോബെറി തോട്ടം അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾക്ക് പോകാനുള്ള ടൈമായിട്ടോ. പക്ഷെ എനിക്ക് സ്ട്രോബെറി തോട്ടം ഇറങ്ങാനേ പൂതി ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ നല്ല രസമുള്ള ഫ്ലവേഴ്സിൻ്റെ അതൊക്കെ. അപ്പം ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.